Hello மக்களே, welcome to the channel Tamil Family Reacts. நான் ஸ்வாதி பிரபாகர், with me my husband வாசு. வணக்கம். ஓகே, பார்ட் 1 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்கலன்னா டிஸ்கிரிப்ஷனில் லிங்க் ஷேர் பண்ணுறோம், போய் பாருங்க. இப்போ பார்ட் 2க்குள்ளே போயிடலாம். സഹദേവൻ ആഹാ, മാറ്റന്മാരുടെ പടപ്പുറകെ ഉണ്ടാവും. അകത്ത് പിസുറയ്ക്ക് ഒരപായവും പറ്റാതെ ഇടവും വലവും നിന്നോണം ഈ പോയ മുഹമ്മദിനും നായനാരും ഇനി ചിറക്കലും മടങ്ങിയെത്തരുത്. മനസ്സിലായോ? ഒരു ആളെ சொல்லி അனுപ്പുന്നു. ഏയ്, എനിക്ക് വേണ്ടി പകരം ചോദിക്കാൻ അരക്കൽ പോവാണല്ലേ? അല്ല, ഇത് കണ്ടോ? ഇത് കണ്ടോ? രാത്രി ഇതിന് ജീവൻ വെക്കും. അരക്കൽ പോയി തിരിച്ചു വരുമ്പോ കാട്ടിത്തരാം എവിടെ ഉറങ്ങുന്നെന്ന്. ഊരെ ഒന്ന് ചരിഞ്ഞിക്കണല്ലോ ബബാലി. എന്ത് സരിഞ്ചാലും സരിஞ்சു വിടാതെ ഒരു ഉമ്മയുണ്ടല്ലോ അതിനകത്ത്. ഏത് നേരം കേറി ചെന്നാലും എനക്കും നിനക്കും ഒരു കള കഞ്ചി വെച്ചിട്ടാണ്. നീ ആദ്യം പോ. നീ എന്തേ ഇവിടെ പുറം പണിക്ക് നിൽക്കാൻ പോവാ? അകത്തുനിന്ന് കിട്ടാൻ പോകുന്നതിന്റെ പാതി നിനക്കുള്ളതാ. സമ്മതിച്ചു. അകത്തുനിന്ന് കിട്ടാൻ പോകുന്നത് ഉമ്മയാണെങ്കിലും ഒലക്കയാണെങ്കിലും അതിന്റെ പാതി ഞാൻ സന്തോഷത്തോടെ വാങ്ങിച്ചോളാം. തെറ്റില്ലെങ്കിലും എന്റെയും കൂടി ഉമ്മയല്ലടാ. ഉമ്മ, നട്ടുച്ചക്ക് നക്ഷത്രം വെച്ചല്ലോ പുത്തൂര് കാര്യാരെ. ഇതെന്ത് കോലാണ് എന്റെ ഉമ്മ. നിങ്ങളാരും നോക്കണല്ലേ ഇവരെ? ഈ വൈപ്പന്തീനും മാത്രമേ ഉള്ളൂ. പൾസ് ചെക്ക് பண்ணிட்டு உள்ள போறாரு. കഞ്ചി വെന്ത ഉമ്മ കൊങ്ങനാട്ടിന്ന് ഒരു ചങ്ങാഴ്ചീനെ കൊണ്ടുവന്ന് പാർപ്പിക്കും. എന്നിട്ട് ഓളോടാവാൻ അരിവേവിക്കല്. നല്ലതെന്തെങ്കിലും നാവിൽ വെച്ചിട്ട് ഇന്നേക്ക് 4:41 ആകുന്നു ഉമ്മ. കള്ളത്തനം. തമ്പുരാന്റെ ചോറ് കൊണ്ടു വാക്കും കൊടുത്തു. ഉമ്മ പറഞ്ഞതുപോലെ നായി കിളിയെ സൂക്ഷിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഓലും വക പടപ്പണം വാങ്ങി പുതിയ പൈറ്റിന് പുറപ്പെട്ടു വന്നിരിക്കാം പുണ്ണാരൻ. പുറത്തു നോക്കി ഓലോത്തോ തടിയൻ പട. ഉമ്മ, നിങ്ങളുടെ അടുത്ത് എന്നെ കിട്ടുമ്പോ ദാ ഈ കയ്യിൽ ഒരു മുള്ളമ്പ് തറച്ചത് ഓർമ്മയുണ്ട്. അതെടുത്ത് മരുന്ന് വെച്ച് അന്ന് എന്നെ സുഖാക്കി. പക്ഷെ ഉള്ളിൽ തറച്ചൊരു കാരമുള്ള നോവുണ്ടായിരുന്നു. അതവിടെ ഇരുന്ന് പഴുത്തു. 20 വർഷം കണ്ണിലും മനസ്സിലും ഉണങ്ങാത്ത മുറിവ്. അതെന്റെ കണ്ണിൽ തുളച്ചു കയറ്റിയ വിരൽ മുറിയാൻ പറങ്കി തിരിച്ചു വരുന്നു. അറക്കിലെ ബലിഹാസനെ നേരിട്ട് തൂക്കിലേറ്റാൻ. அந்த காலத்துல இந்த அளவுக்கு நியூஸ் பரவாதில்ல. அந்த அரசவை போனதுனால தான் தெரிஞ்சிருக்கு. ഉള്ളിൽ പൊളയുന്ന കുത്തിന് ഒരറുതി. ഉമ്മയോട് യാത്ര പറയാനല്ല, യാത്ര തുടങ്ങാനാണ് ഞാൻ വന്നത്. അനുഗ്രഹിക്കണം മോനെ, എന്റെ ആലിയോളം എനക്ക് പോന്നത് നീ മാത്ര. നിനക്ക് തരാൻ എന്റെ കയ്യിൽ ഇവനേ ഉള്ളൂ. ഇവനെ കൂടെ കൊണ്ടുപോ. ഉമ്മയ്ക്ക് എന്നെ വേണ്ടേ? நான் கூட சென்டிமெண்டா அவனை விட்டு போடுறேன். என் கையில விட்டுதான் இருக்கு, நீ வச்சுக்கேன். அது எருமையே இல்லைன்னு நினைக்கிறேன்ப்பா. இவனுங்க தான் அது. അറക്കൽ പാണ്ഡികശാലയായിരുന്നേനെ ഒരു വാതിൽ കോട്ടയാക്കിയത് മമ്മാലി മരക്കാറാ. കണ്ണാടിക്കാട്ടിലേക്ക് തുറക്കുന്ന മതിൽ വഴി ഒരു പഴുതുണ്ടെന്ന് வாசலை பிடிச்சி கொண்டு வரதான் இப்ப இவரோட இது. இவர் ரொம்ப நாள் அதுக்காக தான் வெயிட் பண்ணிட்டு இருக்காரோ. ബലിഹാസന്റെ തൂക്കുവിധി നടപ്പിലാക്കി ആ കബറിൽ ഒരു കൂരിയാലി മുളച്ചു പൊങ്ങിരിക്കും. തിരിച്ച് നീന്തിയല്ലോ. ലക്ഷ്യത്തിലെത്താൻ ഒരേ ഒരു വഴി. അറക്കൽ കോട്ടയ്ക്കുള്ളിലെ പറങ്കി പിസറോയിലേക്ക് എത്താൻ ഒരേ ഒരു മാർഗം. പന്തീരാണ്ട് പോര് നടന്നാൽ വീഴാതെ നിൽക്കാൻ കെൽപ്പുള്ള അറക്കൽ കോട്ടയ്ക്ക് ഒരേ ഒരു വിന. അഞ്ചരക്കോട്ടയിൽ നിന്നും തീ തുപ്പാൻ ഉത്തരവ് കാത്തു നിൽക്കുന്ന 101 പറങ്കി പീരങ്കികൾ. எங்க ஆண்டியான எரிஞ்சு சத்தது. அவனை சுட்டு கொண்ட பலியாசனை அவனை தூக்குல போடுறத பாக்கணும். செத்தவனோட கடைசி ஆசை. ചത്തവന്റെ ആശയില്ലടാ, ശാപം വാങ്ങി വെക്കണ്ട. ரொம்ப நன்றிங்க. ஏன்னா தமிழ்ல பாடுற மாதிரி இருக்கு. அவர் பிரபுதேவா தமிழ்ல தான் பேசிட்டு போனார். ரொம்ப நன்றின்னு போனாரு. അകത്ത് കേറി ഇനി എങ്ങനെ പുറത്തിറങ്ങും? അതാരാ? ആയിഷ, അറക്കൽ ആയിഷ. തോക്കിനു മുന്നിൽ കുനിഞ്ഞു നിന്ന് അറക്കൽ നേടിയ കച്ചവട വിജയങ്ങളിൽ ഒരുവൾ മാത്രം പങ്കുചേർന്നില്ല. അവളുടെ അഹങ്കാരം അവസാനിപ്പിക്കാൻ പറങ്കികൾ ആയിഷയെ വലിയാങ്കലിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയിരുന്നു. പക്ഷെ തന്റെ മാനം കെടുത്താൻ വന്ന 10 പേരിൽ 9 പേരെയും വെട്ടിനുറുക്കി ആ കഥ പറയാൻ അവൾ ഒരാളെ ബാക്കി വെച്ചു. പറങ്കി വിരോധികൾ അവളുടെ പേര് അവർക്കിടയിൽ ആഘോഷിച്ചു. അറക്കൽ ആയിഷ. പാടാനുള്ള നേരമാണ് താത്ത.
കൂടെ നിന്ന് മാനം കാത്തവന്റെ കഴുത്തില് കൊലക്കയറ് മുറുകുമ്പോ പറയിലിരുന്ന് ഇവിടുത്തെ പെണ്ണുങ്ങള് വീണ വീട്ടി പാടും. നല്ല പൊരുത്തം. ஐஷுதா ஐஷுதா வேகம் வா வேகம் வா பிஏ விളിക്കുന്നു வா. இப்போ ஒரு கதை சொன்னாங்கல்ல, இவங்க மாத்திரம் போர்ச்சுகீஸ் கூட சேரலையா, இவ சேராதனால ഈ അറയ്ക്ക് പുറത്തിറങ്ങണ്ട എന്ന് പറയാനാണ്. എനക്കറിയാം നീ ഒരുമ്പെടുവെന്ന്. നീ ചെയ്ത ദ്രോഹം പറങ്കികളും മറന്നിട്ടില്ല. இவங்களை ரேப் பண்றதுக்காக 10 பேர் அனுப்புவாங்களா, அதுல 9 பேர் போட்டு ஒருத்தர் மட்டும் ரிட்டர்ன் അനുப்புവാங்களா സ്റ്റോറി சொல்லு. അറബികളുടെ കൂടാരത്തിൽ അരകിലിക്ക് നൃത്തം ചെയ്യുന്ന നിങ്ങളെ ആദ്യം കണ്ടത് എന്റെ 10 വയസ്സിലാ. അന്ന് ഉപ്പയുടെ കൂടെ മഞ്ചലേറെ അറക്കിൽ വന്നപ്പോ നിങ്ങളുടെ കയ്യില് മൈലാഞ്ചിയിട്ട് തരികയും ചെയ്തു. ആ കൈകൊണ്ട് പിന്നെ നിങ്ങൾ എന്റെ ഉപ്പയുടെ കബറില് നിത്യവിളക്ക് കൊളുത്തി. ഇപ്പൊ അതേ കൈകുട്ടി പറങ്കിയെ വിളിച്ച് കേറ്റുന്നു. വലിയ ഹസനാരെ കഴിവേറ്റാൻ കൈയടിക്കുന്നു. നാണോ ഇല്ലേ അറക്കിലെ പെണ്ണെന്ന് പറയാൻ? ബീബി എന്ന പേര് ചൂടാൻ ഹറാപ്പിച്ചേ. ചീറണ്ട ഐഷു, വാപിളന്ന് നിക്കണ 100 പീരങ്കി തുപ്പാതിരിക്കാൻ ഈ ഒരു വായടച്ചാ മതി എനക്ക്. വലിയ ഹസന് പകരം അവർ പറയണ പൊന്നു കൊടുക്കാന്ന് പറയാഞ്ഞിട്ടാണോ? ഭയപ്പെടുത്തുകയാണ് പറങ്കി. ഇവിടെ തൊട്ടിലിൽ ജനിച്ചു വീഴണ ഓരോ കുട്ടിക്കും ഉണ്ടാ പേടി. ഇവിടുത്തെ പെണ്ണിന്റെ ഉള്ളിൽ തെറിച്ചു വീഴുന്ന ഓരോ ജീവനിലും ഉണ്ടാവും ആ പേടി. ഇതനുവദിക്കരുത്. ഇനി എന്ത് ചെയ്യും? ഒരു മീശ വരച്ചു തരും. അതിക്രമം കാട്ടുന്നവർക്കും അക്രമം പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്കെല്ലാം കിതാബ് വിധിച്ച ശിക്ഷയുണ്ട്. നമ്മുടെ സഹോദരങ്ങളാണെങ്കിൽ കൂടിയും ആ ശിക്ഷയിൽ നിന്ന് മോചനമില്ല. ഞാൻ അസീം മരക്കാർ പറഞ്ഞു വിളക്കിയിട്ടും നമ്മുടെ ബന്ധു കൂടിയായ വലിയ അസനാർ നമ്മുടെ അഭ്യൂതികളായ പറങ്കി വീരന്മാരെ കൊന്നൊടുക്കുകയും ചെയ്തിരിക്കുന്നു. വലിയാസൻ അവനുള്ള ശിക്ഷ ന്യായാനുസരണം കബൂലാക്കാൻ പറങ്കികളുടെ വാസ്കോഡഗാമ എന്ന മഹാവീരന്റെ മകൻ എസ്റ്റാവിയോ ഡാഗാമ കണ്ണനൂരിലേക്ക് பையனா இங்கே வளர்ந்த மாதிரி அங்க வளர்ந்துருக்கான். குனிஞ்சுதான் அவனும். ஐயோ இவனும் கொடூரமா இருக்கானே பாக்குறதுக்கு. அப்போ வாஸ்கோட காமா வரல, அவங்க பையன் தான் வந்திருக்கான். ജുവാൻ ചക്രവർത്തിയുടെ നാമത്തിലും ഹിന്ദു സമുദ്രത്തിന്റെ അഡ്മിറലായ ശിക്ഷാവിധി പ്രസ്താവിക്കുന്നു. വലിയസനെ കൊണ്ടുവരൂ. இவங்க வந்து ஹீரோயினுக்கு ஏதோ ஹெல்ப் பண்ணி இருந்திருக்காங்க. இப்போ தூக்கலோட போறாங்கல்ல அவங்க. ഈ മാപ്പ് പറയുന്നുണ്ടോ? ஐயோ நான் ரொம்ப கஷ்டம்பா அந்த இடத்துல போய் நின்றுட்டு இருக்கிறது. പരസ്യമായി മാപ്പ് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ഇവരോട് അപേക്ഷിക്കാം. നിന്റെ മരണം സുഖമാക്കാൻ ഞാൻ ഇവരോട് പ്രാർത്ഥിക്കാം. മാപ്പ് പറയാമെന്ന് മാപ്പ് പറയാന്ന്. ഈ കെട്ടൊന്നഴിക്ക് മോനെ. ആളായും ആയുധമായും നിനക്കാണ് ശക്തി കൂടുതൽ. എന്നിട്ടും നീ ഭയക്കുന്നു. ഞാൻ മാപ്പ് പറയുന്നു. ഇവരെയൊന്നും കൊല്ലാതെ ബാക്കി വെച്ചതിന്. ഈ കൂട്ടത്തിലുണ്ട് ബലിഹസന്മാർ. അല്ലാഹു അക്ബർ. என்ன அவன் சொன்னதுக்கு ஒண்ணுமே பேசாம போயிட்டான். ஏதோ சம்பவம் பண்ண போறாவ பெருக்கி போச்சு. ஓஹோ எவனும் ரெடி ஆயிட்டான். ஓடு ஆறு ஆறு
கெனடியாக்கு இப்படி ஒரு ரோலா? இதெல்லாம் பாகுபலிக்கு முன்னாடியே பாகுபலிப்பா. எங்க பாரு சூப்பர். தேசஹா. ஓடு. இதுக்கு தான் அந்த ரெஃபரன்ஸ் சொன்னேன் ஸ்டார்டிங்ல. அவ்வளோதான் தலைவர் காலி. எந்த ஒரு நக்கல் சிரிப்பவன். வாஸ்கோ ட காமா சொன்னா ஹிஸ்ட்ரிக்கலி ராங் ஆயிடும்ல, அதனால பையன் எடுத்துட்டாங்களோ? பாஸ்கோட அவன் டைரக்டாவே சொல்லிட்டாங்களே. இல்ல இப்ப கொன்னா இப்போ இந்த சண்டேல செத்தா அப்படி எனக்கு வேற ஹிஸ்டரி தெரியல. ஆமா பட் எனக்கு இது உண்மையிலே நடந்துச்சா நானும் கேட்கலாம்னு சொல்லிட்டு இருந்தது. இப்படிலாம் பண்ணிட்டு இருந்தாரு அவரு. யாரு? பாஸ்கோட காமா வந்து ஆமா அதெல்லாம் உண்மைதான். ரொம்ப ஆக்கிரமம் பண்ணிட்டு இல்லைன்னா எப்படி கைப்பற்ற முடியும்? பெப்பருக்காக ஆரம்பிச்சதான்ப்பா இந்தியா ஃபுல்லாவே. வெங்காய், நீ கொடுத்த வாக்கு ஓர்மிக்கு இவனை ஜீவனோட கொண்டு போவான்னு பறஞ்சது ஜடமாக்காம நல்ல. யாரு? அவருக்கு தான் முன்னாடியே தெரியுமே. அந்த 5 பேர் அனுப்புனாங்கல்ல, அதுல சகாதேவன் கடைசியா ஒரு സഹാദേവന് சொல்லி ஒருத்தர் அனுப்புனாங்க. കൂടെ അയച്ചിരിക്കുന്നത് മുഴുവൻ ചതിപ്പാമ്പുകളെ ഒറ്റ ഒന്നിനു വേണ്ടി കാക്കണ്ട. വാ. ஆனா வாஸ்கோட காமா தான் பிடிச்சிட்டு வரேன்னு சொல்லிட்டு போனாங்க. பையன் தான் பிடிச்சிட்டு வராங்க. வாஸ்கோட காமா கிடைக்கலையே. பையன் தானே வந்திருக்காரு. நமக்கு தெரிஞ்சதான் வாஸ்கோட காமா வந்து கோழிக்கூட வந்து அடைஞ்சாருங்கிறத மட்டும் தான் தெரியும். നടക്കുന്നുണ്ട് വവാലി. ഒപ്പം വന്നവർക്ക് ലക്ഷ്യം വേറെയുമുണ്ട്. ஓஹோ, கூட வந்த 5 பேர்ல ஒரு 5 பேர் வந்து இங்க வந்து வேலை காமிச்சிட்டு இருக்காங்கப்பா. யார் கூட வந்து 5 பேர் சொல்றேன்? இவங்க வந்தாங்கல்ல, பிரபுதேவாவும் பிருத்விராஜும், அவங்களோட 5 பேர் வந்தாங்க ஹெல்ப்புக்குன்னு சொல்லிட்டு. ஓ ஆமா, அனுப்பி வச்சாங்கல்ல ஒரு 5 பேர். அதுல ஒருத்தன் வந்து அவங்கள பிட்ரே பண்றதுவே கூட வந்திருப்பான். மிச்சம் 4 பேர் இருக்காங்கல்ல, அந்த 4 பேருக்கு வேற இன்டென்ஷன்ஸும் இருந்திருக்கு. இந்த வாஸ்கோ ட காமாக்கு ஹெல்ப் பண்ற குரூப் தான் அவங்க. அந்த அங்க இருக்கிற 5 பேர் ஜெகதீஷ் ஸ்ரீ இருக்காருல்ல, அவர் வந்து இன்டெரக்டா போர்ச்சுகீஸ் மக்களுக்கு ஹெல்ப் பண்ணிட்டு இருக்காருப்பா. அவங்க வந்து இந்த அரக்கல் ஃபேமிலியை ஃபுல்லா அழிச்சிட்டு செத்தால் ഈ സവൻ നടക്കില്ല, നീ തന്നെ സുമക്കണ്ട് വരും. പറഞ്ഞേക്കാം. ഇവന്റെ തല നുള്ളും മുമ്പ് ബിസ്മി ചൊല്ലി തീർക്കാനുണ്ടെങ്കിൽ ചൊല്ല്. ഇനി അതിനു വേണ്ടി മാത്രം തുറന്നാൽ മതി നിന്റെ പടുവായി. അപ്പൊ ചിറക്കൽ എത്തിക്കാൻ പറങ്കിയെന്ന് നീ കൊടുത്ത വാക്ക്? ചിറക്കൽ തമ്പുരാൻ ആരാടാ? നിന്റെ വല്യുപ്പയോ? ഇലയിൽ പൊതിഞ്ഞ ഇവന്റെ ചെമ്പൻ തലയാ വാസ്കോ പിസ്രോയ്ക്ക് എനിക്ക് കൊടുത്തയക്കാനുള്ള ചാപോല. ആ തന്ത പറങ്കി പുറകെ വരും. ഉള്ളിൽ തോന്നുന്നത് ചെയ്ത കേളുവിന് ഇതുവരെ ശീലം. ഇത്തവണ മൂത്തോര് പറയുന്നത് കേട്ടാ മതി. നിന്റെ ചങ്കി തൊട്ട് നാ പറയുകയാ. ഇവന്റെ പല്ലുകൊണ്ട് നാട്ടിലെ കുട്ടികള് പല്ലാങ്കുഴി കളിക്കണം. കെട്ടിയോരെ കത്തിച്ച് കണ്ട പെണ്ണുകള് ഈ കെട്ടവനെ ഉയരോടെ കാണണം. ആവേശം നന്ന് തന്നെ പവാലി. പക്ഷെ മുന്നിൽ കടക്കാനുള്ളത് കണ്ണാടിക്കാടാ. നാക്കന്തറ എത്തിയ വഴി എനിക്ക് നിശ്ചയമുണ്ട്. അതുവരെ അവനവനെ കൂട്ടുള്ളൂ. അന്തിത്തിരി കൊളുത്താൻ ആളില്ലാത്ത നാക്കന്തറയില് സന്ധ്യക്ക് വളർത്തി വെച്ചിരിക്കുന്നു. ഏതായാലും വഴി തെറ്റിയിട്ടില്ല. വാ വാ. വെള്ളത്തൊലിയന്റെ കഴുത്തിൽ പാന്തം കെട്ടി വലിക്കണം. ഈ ചുമക്കാച്ചമോട് ചുമന്നിട്ടല്ലേ പട കീഞ്ഞ് വരുമ്പോ പൊൻതാലിയുമായി കാത്തു നിൽക്കാമെന്ന തൊണ്ടയ്ക്ക് മുഴയില്ല പെണ്ണ് പറയുന്നതും കേട്ട് ചിറക്കിലോട്ട് എഴുന്നള്ളുന്ന നിന്റെ ദുർബുദ്ധി. എങ്ങനെ 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 ആ വെളിയത്ത് വരെ ചിരുതിയെ കാമിച്ചനോ ഞാനോ? പൊട്ടിക്കണ ചേലുക്ക് ഇവന്റെ തലയെ കരിങ്കലിൽ ഇടിച്ച് പൊട്ടിക്കട്ടെ ഞാൻ. എന്റെ പേച്ചിന് കനമില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ നിന്റെ വഴിക്ക് പോ ചങ്കായി. ഞാൻ വരുന്നില്ല. ആടിയില്ലാതെ എന്ത് വേടൻ? ആരാധനയ്ക്കുള്ളിടത്ത് ആയുധം വേണ്ടല്ലോ തമ്പുരാനെ. നീ ആര്?
ആര്യരെ നാട്ടിൽ നിന്ന് മരക്കലമേറി വന്നതാ തമ്പുരാനെ. തമ്പുരാനോ? ഇവൻ തമ്പുരാനൊന്നല്ല ചങ്ങായി. ചിറക്കൽക്കാരുടെ കുടയും അറക്കൽക്കാരുടെ വടിയും നേടി ഇനി കാൽവയ്ക്കും നാട്ടില് കൊടികുത്തി വാഴും. இவங்க குறி சொல்றாங்க இப்ப. നേർവഴി ചിറക്കൽ പോണം, അവിടത്തെ പടനായകരാകും. എങ്ങനെ? കൂടെ നിൽക്കുന്ന ചങ്ങാതി നന്നും നന്ദിയുമുള്ളവൻ. എന്നാൽ ഈ വെള്ളപ്പറങ്കികൾ വരാതെ നാടുകാക്കണം, കണ്ണാടിക്കാടുടയാതെ സൂക്ഷിക്കണം. இது மேஜிக் மூமெண்ட் மாதிரி காட்டுவாங்க. இந்த சவுண்ட். പോലെ നിജമാക്കണവാ? ചിറക്കൽ എത്തണമെന്ന് തന്നെയാണല്ലോ തോന്നിക്കല്. വവാലി, നീ പടനായകരാകുമെന്ന്. നീ തമ്പുരാൻ, അപ്പൊ പിന്നെ ഞാൻ കുനിഞ്ഞു കുമ്പിട്ടി നിന്റെ കൂട്ടി തിരമണോ? ചങ്ങായി, അവള് നിന്നോട് അത് തന്നെ പറഞ്ഞു. ரெண்டு பேத்துக்கு ஒரே ட்ரெயின் தான் வந்திருக்கு. സ്വപ്നങ്ങൾ ഇരട്ട പറക്കുന്ന കാലമാ. പുറപ്പെട. இதோ എടാ പറങ്കി, എന്റെ കേളു തമ്പുരാനാ. ഒരു വെള്ളത്തലേ அவனை வேற அடிச்சு அடிச்சு ஓடிட்டு. ஏய், இந்த குரூப் கிட்ட தான் கொண்டு வந்திருக்காங்கப்பா. தங்கச்சன் ஸ்டார்டிங்ல ஒரு குரூப் இருந்தது. போட்டு அடிக்கிறான். அவன் பெரிய படையை கூட்டு வர போறான். வெள்ள துப்பாக்கி காரா வரங்கி. ஓ, ஸ்பாட் மட்டும் தமிழ்ல இருக்குப்பா. அங்க பத்தியா? തമ്പ്രാ നാരായണ മോനെ. ഗാമ? ഇതാണോ ഗാമ? ഗാമയെ ഞാനും കണ്ടിട്ടുണ്ട്. ഗാമയ്ക്ക് താടിയുണ്ട്. ഇതേതോ ചിന്നൻ പറങ്കി. ചിന്നൻ പറങ്കി. ഇതും ഗാമ, എസ്താവിയോ ഗാമ, ഗാമപിസ്രോയുടെ മകൻ. എസ്തപ്പാൻ. കുരുമുളകെന്ന് കർദാസെന്നും പറഞ്ഞ് ദുസ്വപ്നം മാത്രം തരുന്നവനെ എസ്തപ്പാനെ മുഖമൊന്ന് കാണട്ടെ. തമ്പുരാനെ, ഇത് ഗാമയുടെ മുദ്ര തന്നെ. മകനെങ്കിൽ മകൻ. ഇവനെ കൊട്ടാരത്തിന്റെ പ്രത്യേക അതിഥിയെ പ്രഖ്യാപിച്ച് പെരുമ്പടപ്പോയ സന്ധ്യ സംഭാഷണം തുടങ്ങാം. വളയും ഇത്രക്കെട്ടുള്ള ചിറക്കൽ പടവാളും കൊണ്ടുവരൂ. കാമ്പിന് ഉറപ്പുള്ള, വാക്കിന് വിലയുള്ള ധീര. തമ്പുരാനെ, ചിറക്കലെ പുതിയ കൊത്തുവാൾ. ഇവനിനി ചിറക്കൽ കേളു നായനാർ. മാടായി കാവിലേക്ക് തോരട്ടെ. ഇതാ ഉടവാൾ. அவருக்கு பயமா இருக்கு. இவங்க என்னடா ஏத்திக்கிட்டே போறாங்க, லெவலப் பண்றாங்களே. என்ன போஸ்டிங் கொடுத்தாங்க இவங்க இவருக்கு? ஏதோ கொடுத்தாரு. அப்பா, காத எடுத்தார்ல ஃபர்ஸ்ட். அது பிச்சல்ல. ரிவெஞ்ச். ചിറക്കൽ കൊത്തുവാൾ പടവാൾ തലയിൽ തമ്പുരാന് തരുന്നു ഈ ചെമ്പൻ പറങ്ങിയുടെ ചെറുവിരൽ. ഇതാവണം പെരുമ്പടപ്പിലേക്ക് ഗാമപിസ്രോയ്ക്കുള്ള നമ്മുടെ ഓല. ാണെങ്കിലും ചോര ചുവപ്പ് തന്നെ. തോൾ വിരനാൽ രക്ത സെപ്പറേറ്റ് കൊടുത്തേക്കണം ആ ഗാമയ്ക്കുള്ള നമ്മുടെ സമ്മാനം. ബാക്കിയുള്ളതും കൊത്തി എരിഞ്ഞേക്ക്. തമ്പുരാനെ, ഇവനെ കൊന്നിട്ട് എന്ത്? ഇവർ എപ്പോഴും സാമൂതിരിക്ക് ബീരങ്കി ഉണ്ടാക്കി ഇതല്ലിയക്കാർ പെദ്രെ അന്തോണിയും ജുവാൻ മറിയേം പോലെ ഈ എസ്തപ്പാനെ കൊണ്ട് ചിറക്കല് തുപ്പാക്കി ഉണ്ടാക്കിക്കണം. പറങ്കി തുപ്പാക്കി. മുറിവാ കെട്ടി കൊണ്ടുപോ. முறைக்கிறாரு பாரு. சரி, சும்மா டீம் பா ஜெகஜியானா. இவரு நெகட்டிவ் ரோல் இப்பதான் நான் ஃபர்ஸ்ட் டைம் பாக்குறேன். பாரு வித்தியாசமா இருக்கு இவருக்கு. இவரு ஏளனமா பாக்குறாரு. இவங்க ரெண்டு பேத்துக்கு விருப்பம்ல. എസ്തപ്പാനെ ബാക്കി വെച്ചത് ബുദ്ധി തന്നെ. ചൂണ്ടയിൽ ഇറണ്ടെങ്കിൽ പെരുമീൻ കൊത്തു. കൂട്ടത്തിൽ ഒറ്റാൻ ആളെ അയച്ചത് രണ്ടിൽ ആരെന്ന് മാത്രമേ സംശയമുണ്ടായിരുന്നുള്ളൂ. തമ്പുരാനല്ല. அங்கிருந்து கிட்னாப் பண்ணிட்டு கூட்டிட்டு வராங்க 5 பேரு. அந்த 5 பேர் போனாங்கல்லப்பா. ஓகே, எல்லாருமே கூப்பிட்டு வராங்க நினைக்கிறேன். വെത്തിലിന് ഇത് മൈ വെച്ച് വരെ മയക്കിற மாதிரி കാട്ടുறாங்கப்பா. ഒരു കണിക്കാഴ്ചയുണ്ട്. നേരോ? അറബി പണ്ട് നമ്മുടെ കുളത്തിൽ നിന്നും കട്ടെടുത്തു പോയ ചിറക്കല ഉണ്ണിച്ചിരതയുടെ കുലത്തിൽ പിറന്ന് മാർഗം കൂടിയ സങ്കരവർഗം. കോലോത്തെ ബാലയെ ഉണ്ടമാരി വെക്കാൻ ശ്രമിച്ച അറക്കല തന്തപുരത്തിലെ പെൺകൂട്ടം. ഭാനു, പെസഹ പെരുന്നാളാക്കൊണ്ട് പിസ്രോയി പെരുമ്പടപ്പിലേക്ക് പോയത്. കോട്ട ചാരമാക്കും വരെ പറങ്കിക്കിലി അടങ്ങിയില്ല. പട തുടങ്ങിയ ശബ്ദം കേട്ടാരെ തലച്ചേരിക്ക് പോകാൻ തുനിഞ്ഞ പെണ്ണുങ്ങളെ ഇങ്ങോട്ടെടുത്തു തമ്പുരാനെ. 13-15 നന്നായി കേമളെ. വരുംവഴി കൂട്ടത്തിൽ ചിലതിന് ഇഷ്ടംമാർക്ക് കൊടുത്തോ? ആഹാ, എന്റെ ഉണിച്ചിരുതേ മുത്തശ്ശിയെ കൊത്തിവെച്ച മട്ടിൽ ഇതാരാ? ഐഷ,
അറക്കലെ ആയിഷ. അറക്കലെ ആയിഷ കേട്ടിട്ടുണ്ട്. അസ്മാ ബീബിയുടെ കൊച്ചുമകൾ, ഗുലാം കലന്തറിന്റെ മൂന്നാമത്തെ പെണ്ണ്, അറക്കലെ കണിമങ്ക. ഇവരെ ആചാരത്തോടെ കുടുംബത്തിലേക്ക് സ്വീകരിക്കേണ്ടതല്ലേ ചേണിശ്ശേരി? സിംഹിയാണ് തമ്പുരാനെ, സിംഹി. സാമുദ്രിക ലക്ഷണം. ഇരിപ്പിടം കൊടുക്കണമല്ലോ. അതെ, ഒന്ന് ഇരുത്തണം. ഉചിതമായി ഇരിപ്പിടമൊന്നും കാണുന്നില്ലല്ലോ. ഇടതു തുട ഭട്ടഭക്ഷിക്കും, വലതു തുട മകൾക്കും എന്നല്ലേ പ്രമാണം. വാ മകളെ, വാ വന്നിരിക്കേ. വാ. ചിറക്കിലെ ഒരു പെണ്ണിനെ തൊട്ടാ അറക്കിലെ 100 പെണ്ണുങ്ങൾക്ക് പൊള്ളും. അറക്കിലെ കൂട്ടത്തോട് കാട്ടിയ കരുണയ്ക്കും നന്ദി. മുറ നോക്കി തീർപ്പ് പറഞ്ഞാൽ ഇവിടുത്തെ റാണിയാകേണ്ട ഞാൻ വന്നു ചേരേണ്ട ഇടം ഈ മാതുലന്റെ തുടയോ അതോ മരുമകന്റെ അറയോ? സ്വയംവരം വസുദേവ കുലത്തിൽ മാനിക്കപ്പെടേണ്ട പതിവ് തന്നെ. ഭാനു, അകത്തെ പെണ്ണുങ്ങളോട് പറ ആദ്യമുള്ള ഉടലിന്റെ വെക്ക മാറ്റാൻ. കിടപ്പറയിലെങ്കിലും നീ ഒരു ചെറിയമ്പുരാനാവൂ. ഉന്തും തുന്തും താളെ ഉന്ത്. ஓட்டுத்தல போறான்னு நினைக்கிறேன். സിറ്റുവേഷൻ வந்துட்டு கரெக்டாக ஹேண்டில் பண்ணி காலி பண்ணலாம்னு பிளான் பண்ணி நினைக்கிறேன். പടനായ്ക്കർക്കാരെ പ്രത്യേകം ഉണ്ട് കേളുന്നാനേ. പട കഴിഞ്ഞു വന്നതല്ലേ, പട്ടുമത്തെയൊന്നും ആവശ്യമെങ്കിൽ മടിയാതെ എടുക്കാം. அவருக்கு அவன் முயலே பிரெக்னெண்டா இருக்குன்னு சொல்லி அதை கொல்லாம போயிட்டு இருக்கான். பெண்ணுங்களையும் குட்டியும் டிஸ்டர்ப் பண்ணும். ഇത് ഇത് പട അറക്കലാണെങ്കിലും ചിറക്കലാണെങ്കിലും പാട് പെണ്ണുങ്ങൾക്ക് തന്നെ. അവർ പൊണ്ണു തന്നെ അത്. ചേരി പ്രത്യേകം നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടേ. ആ മുറിഞ്ച വിരൽ അവിടെ തന്നെ ഉണ്ടെന്ന് തോന്നും. ഒരുപാട് ചോര പോയിട്ടുണ്ട്. ഇനി അടക്കരുത് കേട്ടോ. പറങ്കികളുടെ കൊച്ചി ആസ്ഥാനത്തിൽ അധികാരമാറ്റത്തിന്റെ തിരക്കുകളിൽ ഒറ്റപ്പെട്ടു നിന്ന വാസ്കോ പിസറയുടെ അടുത്ത് ആ വാർത്ത എത്തി. അറയ്ക്കൽ ലഹള, വെടിയാസന്റെ തൂക്കം നടന്നില്ല. എസ്റ്റാബിയോ വിരോധികളുടെ കൈപ്പെട്ടു. സ്വന്തം ജീവിതത്തിൽ ഒരുപാട് സമരമുഖങ്ങൾ കണ്ട ആ മനുഷ്യന് സംശയമുണ്ടായിരുന്നില്ല. തന്റെ മകൻ എസ്താവിയോ തിരിച്ചു വരും എന്ന് വാസ്കോ വിശ്വസിച്ചു. പക്ഷേ இவருக்கு நம்மால் போயிடுச்சேன்னு ஃபீல் பண்றாரு போல. அது அங்கே பயங்கர பிளானிங்கோட தான் போயிருக்கு. அவன் ஒரு இளவரசனே கிடையாதுப்பா, எட்டி பிடிச்ச ஓடி விழுந்துருவான். ஆக்சுவலி கிங் அட்டாக் பண்ண பிரச்சனை ஆயிடுன்னு சொல்லிட்டு தான் അത് സെമയാ പ്ലാൻ பண்ணிடுச்சு. ഓനെ കൊണ്ടാവൂലെന്ന് ഓൻ പറയില്ല. അകായിലെ കുട്ടിക്കളി മടുത്താ ഇറങ്ങിപ്പോരാൻ പഠിക്കണ്ട. അപ്പുറത്ത് ഞാനുണ്ടാവും. ഉറങ്ങില്ല. வர வர இரு, சிரிக்க சிரிப்பிலே தெரியுது ஏதோ ஒரு சம்பவம் பண்ண போகுது. ஜெனலியா மாசா இருக்கான்ல, இவரே சுத்திட்டே இருக்காரு. இன்னும் அவரோட ஆள் போயிடுச்சுப்பா. அவரே ஒரு ஆளை தான் சைட் அடிச்சாரு. 2 பேரும் சேர்ந்து சம்பவம் பண்ண போறாங்க കൺഫേം. അത് അനിയത്തിക്കുട്ടിയായിരുന്നോ? ഇവിടെ ഒരു തുണയ്ക്ക് വിളിക്കായിരുന്നു. ഇവിടെ ഒരാളിലും ഈ രാത്രി പുലരില്ല. സോറി. വേണ്ട. പെണ്ണിന് കൊള്ളണ്ട തമ്പുരാനെ. വേണ്ട, അവിടെ ചിലപ്പോൾ ചൊടിച്ചു പോകും. നാട്ടാരുടെ അച്ചിപ്പുരയിലേക്ക് കഴുത്ത് കെട്ടി തള്ളിവിടേ. കാപ്പണത്തിന് വിളെ അനുസരണം പഠിപ്പിക്കണ്ടേ? ആറിയ കഞ്ഞി ഭാനു, അതേ ഉള്ളൂ നിനക്ക് വിധി. வேற எதுக்கு மூவ் பண்ணி விட்டாங்களோ?
அது அப்படியே கீறிடும் போல இருக்குப்பா அந்த வெப்பன். கரெக்டா ஹேண்டில் பண்ணலன்னா நம்மளே அட்டாக் பண்ணிடும் தானே. அப்படிதான் நினைக்கிறேம்மா. சீக்கிரட்டா போய் காப்பாத்திட்டாரு போல இருக்கு. சீக்கிரட்டா வாங்க இப்ப காப்பாத்திருக்காரு. எல்லாத்தையும் கொண்டுட்டு வரல, அப்புறம் எப்படி தெரியும் இவர்தான் காப்பாத்தினாருன்னு? ആ നശിച്ച നാട്ടിലേക്ക് ഇനി ഒരിക്കലും തിരിച്ചു വരരുത്. പോയി മറയത്ത് പോയി പഴിച്ചു. இப்ப எல்லாரும் செத்துட்டாங்கல்ல, தெரியாதுல்ல. தேங்க்யூ ஃபார் வாட்சிங் பார்ட் 2. நம்ம அடுத்த பாட்டில் சந்திப்போம். பை பை.